വാണിയംകുളത്തു നിന്നും കാണാതായ മൂന്നംഗ കുടുംബത്തെ 8-ാം ദിവസം കർണാടകയിൽ നിന്ന് കണ്ടെത്തി. പനിയൂർ സ്വദേശികളായ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് ഷൊർണൂർ പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ ചാമരാജ നഗറിൽ നിന്ന് കണ്ടെത്തിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് തങ്ങളെ നാടുവിടാൻ പ്രേരിപ്പിച്ചതെന്ന് കുടുംബം പോലീസിനോട് സമ്മതിച്ചു. ഇവർക്കായി 2 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ രൂപീകരിച്ചാണ് ഷൊർണൂർ പോലീസ് തിരച്ചിൽ നടത്തിയത്. ഈ മാസം 9 പുലർച്ചെ പനിയൂരിലെ വീട്ടിൽ നിന്നും സ്വന്തം പിക്കപ്പ് വാഹനത്തിൽ യാത്ര തിരിച്ച കുടുംബം ചെർപ്പുളശ്ശേരി വഴി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചതായി പോലീസിന്റെ CCTV അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മൂവരുടെയും മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ആയിരുന്നത് പോലീസിനെ തുടക്കത്തിൽ ഏറെ വലച്ചു. സൈബർ സെല്ലിന്റെ സഹായം ലഭ്യമാകാതിരുന്നതോടെ വഴിനീളെയുള്ള CCTV ക്യാമറകൾ മാത്രമായി അന്വേഷണ സംഘത്തിന്റെ ഏക ആശ്രയം. തുടർന്നുള്ള പരിശോധനയിൽ നാടുകാണി ചുരം വഴി ഇവർ സഞ്ചരിച്ച വാഹനം കർണാടക അതിർത്തി കടന്നതായും മണിക്കൂറുകൾക്ക് ശേഷം അതേ വാഹനം തിരികെ വന്നതായും പോലീസ് കണ്ടെത്തി. അച്ഛനെയും അമ്മയെയും ചാമരാജ നഗറിലെ വാടക വീട്ടിൽ സുരക്ഷിതരാക്കിയ ശേഷം മകൻ വിഷ്ണുവാണ് വാഹനം തിരികെ കൊണ്ടുവന്ന് നാടുകാണി ചുരത്തിൽ ഉപേക്ഷിച്ചത്. വാഹനത്തിന്മേൽ വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ ധനകാര്യ സ്ഥാപനം അത് എടുത്തോട്ടെ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. അന്നു രാത്രി ഉപേക്ഷിച്ച വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങിയ വിഷ്ണു പിറ്റേ ദിവസം രാവിലെ ബസ് മാർഗമാണ് മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിയത്. കേരളത്തിലെയും കർണാടകയിലെയും ഉൾപ്പെടെ 300ഓളം CCTV ക്യാമറകളാണ് പോലീസ് സംഘം ഇതിനായി പരിശോധിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലെയും പ്രധാന ആരാധനാലയങ്ങളിലും ലോഡ്ജുകളിലും പോലീസ് വ്യാപക തിരച്ചിൽ നടത്തി. ഒടുവിൽ കർണാടക മൈസൂർ റോഡിൽ നിന്നും 7 കിലോമീറ്ററോളം മാറി ഒരു ഉൾഗ്രാമത്തിലെ തോട്ടത്തിനുള്ളിലുള്ള വാടക വീട്ടിൽ നിന്നാണ് കുടുംബത്തെ പോലീസ് സുരക്ഷിതമായി കണ്ടെത്തിയത്. SI KP അശ്വിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും സർക്കിൾ ഇൻസ്പെക്ടർ P വിഷ്ണു, ASI അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സന്ദീപ്, സുഭാഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന മറ്റൊരു സംഘവുമാണ് അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഐശ്വര്യ ഹൈടെക് ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശം, ഒറ്റപ്പാലം.